തലസ്ഥാനത്തെ സ്മാർട്ട് റോഡുകളടക്കം സംസ്ഥാനത്തെ വിവിധ റോഡുകളുടെ ഉദ്ഘാടനം നടത്തി സർക്കാർ. മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യത്തിൽ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. തിരുവനന്തപുരത്ത് മാത്രം 12 റോഡുകളാണ് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ചത്. സംസ്ഥാനത്തെ വിവിധ റോഡുകളുടെ ഉദ്ഘാടനമാണ് നടന്നത്. അതിൽ നവീകരിച്ച 27 റോഡുകളും 180 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച തലസ്ഥാനത്തെ 12 സ്മാർട്ട് റോഡുകളും ഉൾപ്പെടും. സൈക്കിൾ ട്രാക്കുകൾ, ഭൂഗർഭ ഡക്ടറുകൾ വഴിയുള്ള കേബിളുകൾ, ഓടകൾ, സീവേജ് പൈപ്പുകൾ, വഴിവിളക്കുകൾ, കൈവരികൾ തുടങ്ങിയവയെല്ലാം പുതിയ സ്മാർട്ട് റോഡുകളിൽ സജ്ജമായിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി വി ശിവൻകുട്ടിയാണ് റോഡുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. പുതിയ റോഡുകൾ വികസനം വളർത്തുന്ന ജീവരേഖകളാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഇന്ന് നമ്മുടെ സംസ്ഥാനത്തിന് അഭിമാനകരവും ചരിത്രപരവുമായ ഒരു ദിനമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ നേതൃത്വത്തിലും പൊതുമരാമത്ത് വകുപ്പിൻ്റെ അക്ഷീണ പരിശ്രമത്തിലും ആധുനിക നിലവാരം പുലർത്തുന്നതിനായി നവീകരിച്ച 60-ലധികം റോഡുകൾ ഇന്ന് നാം കേരളത്തിലൂടെ ഉടനീളം സമർപ്പിക്കപ്പെടുകയാണ്. ഇവ വേറെ റോഡുകൾ മാത്രമല്ല, അവ സമൂഹങ്ങളെ ബന്ധിപ്പിക്കുന്ന, വികസനം വളർത്തുന്ന, കൂടുതൽ ഊർജ്ജസ്വലമായ ഭാവിയിലേക്ക് വഴിയൊരുക്കുന്ന ജീവരേഖകളാണ്. ഉദ്ഘാടനത്തിൽ നിന്ന് UDF-ഉം BJP-യും വിട്ടുനിന്നു. കേന്ദ്രത്തെ അവഗണിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി ഉദ്ഘാടന വേദിയിലേക്ക് BJP കൗൺസിലർമാരുടെ പ്രതിഷേധമുണ്ടായെങ്കിലും പോലീസ് തടഞ്ഞു. സന്തോഷിക്കേണ്ട ഘട്ടത്തിൽ ബോധപൂർവം വിവാദമുണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. പൊതുവെ എല്ലാവരും ഇന്ന് സന്തോഷിക്കുന്ന ഒരു ദിവസമാണ്. കാരണം കേരളത്തിൽ ഒരു 60 റോഡുകൾ, നല്ല ഡിസൈൻഡ് ആയിട്ടുള്ള റോഡുകൾ വന്നു എന്നുള്ളതാണ്. അപ്പോൾ നല്ല റോഡുകൾ വരുന്നത് പൊതുവെ നല്ല മനസ്സുള്ള എല്ലാവരും സന്തോഷിക്കും, അംഗീകരിക്കും. മനസ്സിന് കുഴപ്പമുള്ളവർക്കാണ് ഇതിൽ സന്തോഷമില്ലാതെ വരിക. എല്ലാവരും സന്തോഷിക്കേണ്ട ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ബോധപൂർവം വിവാദം ഉണ്ടാക്കാൻ സൃഷ്ടിക്കുന്നത് മനസ്സിൻ്റെ പ്രശ്നമാണ്. അതിന് ചികിത്സ ഓരോരുത്തർ നോക്കുക എന്നല്ലാതെ ഇപ്പോൾ നമ്മളെന്ത് പറയാനാ. ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രിമാരായ AK ശശീന്ദ്രൻ, GR അനിൽ, MLA-മാരായ ആന്റണി രാജു, VK പ്രശാന്ത്, മേയർ ആര്യ രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.